ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന ചന്ദ്രകാന്തത്തിലേക്ക് എത്തുകയാണ്. എന്തിനാണ് വന്നത്? മുകുന്ദൻ്റെ കേസിൻ്റെ കാര്യം എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അവന് 3 വർഷം തടവും പിഴയും വാങ്ങിച്ചു കൊടുക്കും ഞങ്ങളെന്ന് വിജയശങ്കറും ചന്ദ്രയും അങ്ങനെ പറയുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, അത് കോടതി തീരുമാനിക്കും, നിങ്ങളിപ്പോൾ തന്നെ വിധി എഴുതണ്ട. ഞാനിപ്പോൾ വന്നത് ചിന്നു ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, ഞാൻ അവളെ അമ്പാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നതെന്ന് അർച്ചന പറയുകയാണ്. ചന്ദ്രപ്പ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നുണ്ട്. ചിന്നു അമ്മയെന്ന് വിളിച്ചു വരുന്നതും അർച്ചന ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്നങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു ആ എന്ന് പറയുന്നുണ്ട്. വിജയശങ്കർ ഇപ്പം പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും മോളെ പറഞ്ഞയക്കാൻ പറ്റില്ല, എല്ലാം പ്രയോഗിച്ചു കൊണ്ടുപോകാനാണെങ്കിൽ അത് തീരെയും നടക്കില്ല എന്ന് വിജയശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് ബലം പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ വെറുതെ എഴുതപ്പുറം വായിക്കണ്ട. ചിന്നു, നിന്റെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ടാണ് നീ അങ്ങോട്ടേക്ക് തിരിച്ചു വരാത്തതെന്ന് പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സമയം കളയാതെ നീ പോയി നിന്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് വാ, നമുക്ക് പോവാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ചിന്നു മോളെ, നീ ഈ അമ്മയുടെ വാക്ക് കേട്ട് പോവണമെന്നില്ല, ഈയുള്ള കാലം മോൾ ഇവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വിജയശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ചിന്നുവിനെ കൊണ്ടുപോകാൻ എൻ്റെ ഭാഗത്തു നിന്ന് പ്രഷർ ഉണ്ടാവരുതെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, പക്ഷേ ഇവിടെ നിൽക്കണമെന്ന് വിജയശങ്കറും നിർബന്ധം പിടിക്കാൻ പാടില്ല എന്ന് അർച്ചന പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ വരാം അമ്മേ, പക്ഷേ ഇന്ന് വരാൻ പറ്റില്ല, ആര്യക്ക് നല്ല സുഖമില്ല, ആര്യക്ക് നല്ല ചൂടും പനിയുമുണ്ട്, ഞാൻ അടുത്തുള്ളത് കൊണ്ട് അവൾക്ക് അതൊരു ആശ്വാസമാണ്, ആര്യയുടെ പനിയൊക്കെ ആയിട്ട് ഞാൻ വരാം അമ്മേ എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന ശരിയെന്ന് പറയാണ്. എന്നാൽ ചന്ദ്രയ്ക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടാതെ അകത്തേക്ക് പോകുന്നുണ്ട്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, എന്നാ ശരി മോളെ, ഞാൻ നാളെ വരാം, നീ റെഡിയായിരിക്കണമെന്ന് പറയാണ്. ചിന്നു അപ്പോൾ ശരി അമ്മേ, ഞാൻ എന്തായാലും അകത്തേക്ക് പോവുകയാണ്, ആര്യ അന്വേഷിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞ് ചിന്നു അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം വിജയശങ്കർ അർച്ചനയോട് പറയുന്നുണ്ട്, ചിന്നുവിനെ കൊണ്ടുപോവാൻ നാളെ നീ ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല, ഞാൻ അവളെ അങ്ങോട്ടേക്ക് എത്തിക്കുകയുമില്ല, ചിന്നുവിനെ അമ്പാട്ടിലേക്ക് വരില്ല, വന്നാൽ തന്നെ അവൾ ഇനി അവിടെ താമസിക്കുകയുമില്ല, അവൾക്ക് ആ വീട്ടിൽ സ്വസ്ഥത കിട്ടില്ല, ആ വീട്ടിലാണെങ്കിൽ എല്ലാം ജയിൽ പുള്ളികളാണ്, എന്നാൽ ഇവിടെ ജയിൽ പുള്ളികളില്ല, നാട്ടിൽ ആരെ എപ്പോൾ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല, ക്രിമിനൽ കേസിൽ പ്രതികളാവുന്ന വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ മകളെ പറഞ്ഞയക്കുന്നത് എന്ന് വിജയശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതൊന്നും ചിന്നുവിനെ വിട്ടുതരാതിരിക്കാനുള്ള മതിയായ കാരണമല്ല, ഇങ്ങനെയാണ് നടപടിയെങ്കിൽ ഞാൻ കുടുംബ കോടതിയിലേക്ക് പോവുമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയാണ്, പരാതിയുമായിട്ട് നീ അങ്ങോട്ട് ചെല്ല്, പിന്നാലെ ഞാനും എത്തും അങ്ങോട്ടേക്ക്, പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ സുരക്ഷയ്ക്കാണ് കോടതി മുൻഗണന കൊടുക്കുന്നത്, സുരക്ഷിതത്വം നിന്റെ വീട്ടിൽ കിട്ടുന്നില്ലെന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കും, അതുകൊണ്ട് അർച്ചന LLB ഇപ്പൊ ചെല്ല്, മോളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരാതിരുന്നാൽ ഇനിയുള്ള ദിവസം നിനക്ക് നാണക്കേട് ഒഴിവാക്കാൻ കഴിയും, ആണുള്ളവർക്കല്ലേ നാണക്കേട് എന്താണെന്ന് മനസ്സിലാവോ, എന്നാ പിന്നെ സമയം കളയണ്ട, പോയിക്കോ എന്ന് വിജയശങ്കർ അങ്ങനെ അർച്ചനയോട് പറയാണ്. തിരിച്ചൊന്നും പറയാൻ കഴിയാതെ അർച്ചന ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. വിജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് റോഡ് സൈഡിൽ അർച്ചന അങ്ങനെ വണ്ടി നിർത്തുകയാണ്. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് JK വിളിക്കുന്നത്. അർച്ചന ഫോണ് നോക്കിക്കൊണ്ട്, ഇതിപ്പോ എന്തിനാവോ JK വിളിക്കുന്നത്, എന്തായാലും ഇപ്പൊ എടുക്കണ്ട, പിന്നെങ്ങാനും തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും JK വിളിക്കുന്നുണ്ട്. അപ്പോൾ അർച്ചന കോൾ എടുക്കുകയാണ്. എന്താ കാര്യം JK എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, മുകുന്ദനെ റിമാൻഡ് ചെയ്തൂലേ, ഞാൻ അറിഞ്ഞു, മീഡിയാസിലെല്ലാം ഇപ്പോൾ അത് ആഘോഷിക്കുകയാണല്ലോ എന്നങ്ങനെ JK പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അവർക്ക് എന്തു കിട്ടിയാലും ആഘോഷിക്കാമല്ലോ, പക്ഷേ അവരുടെ കുടുംബത്തിൽ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോഴേ അവർക്കതിൻ്റെ വിഷമം മനസ്സിലാവൂ എന്ന് അർച്ചന അങ്ങനെ പറയാണ്. അങ്ങനെ JK അർച്ചനയോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മധുബാല വരുന്നത്. JK അർച്ചനയോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ എന്ത് സഹായവും ചെയ്യാമെന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒന്നും വേണ്ട JK എന്ന്. മധുബാലയാണെങ്കിൽ വേഗം തന്നെ വന്ന് JKയുടെ ഫോണ് തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഞാനിവിടെ ഉണ്ടായതുകൊണ്ടാണ്, അതുകൊണ്ടാണ് JK അർച്ചനയെ വിളിക്കാതിരുന്നത്, ഞാനിവിടെ ഇല്ലായിരുന്നുവെങ്കിൽ JK അമ്പാട്ടിലും വക്കീൽ ഓഫീസിലും നേരിട്ട് വന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു എന്നങ്ങനെ മധുബാല പറയുമ്പോൾ JK മധുബാലയോട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഫോണിങ്ങ് തന്നേ എന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറിച്ച് അർച്ചനയോട് സോറി അർച്ചന, റിയലി സോറി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. JK ആണെങ്കിൽ മധുബാലയോട് തിരിച്ചൊന്നും പറയാതെ ദേഷ്യം വന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ ആര്യയ്ക്ക് പനിയായതുകൊണ്ട് തന്നെ ചിന്നു ഒരു ചൂട് കഞ്ഞി ആര്യയ്ക്ക് വാരി കൊടുക്കുകയാണ്. ആര്യ അത് കുടിച്ചുകൊണ്ട്
ചിന്നുവിനോട് സോറി എന്ന് പറയാണ്. ചിന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സോറി എന്ന്. ആര്യപ്പ പറയുന്നുണ്ട് ഞാൻ ചേച്ചിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, പലതരത്തിലും ശല്യപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനാൻറ്റിയെയും ചേച്ചിയെയും നമ്പർ 1 ശത്രുക്കളായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അമ്മയും അച്ഛനുമാണ് നിങ്ങളോടുള്ള എൻ്റെ വിരോധത്തിന് കാരണം. നാട്ടിലുള്ളവരെയെല്ലാം വെറുക്കപ്പെടണമെന്നാണ് ഞാൻ പണ്ട് തൊട്ടേ കേട്ടു വളർന്നത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ചേച്ചിയോട് വിരോധമാണ്, ഇഷ്ടമല്ല. പക്ഷേ ചേച്ചിക്ക് തിരിച്ചങ്ങനെയല്ലല്ലോ, എൻ്റെ അമ്മയോട് സ്നേഹമല്ലേ എന്ന് ആര്യ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട് ഞാൻ ചന്ദ്ര ആൻറ്റി എന്നാണ് വിളിക്കുന്നതെങ്കിലും കുടുംബ ബന്ധം വെച്ച് നോക്കുമ്പോൾ ആൻറ്റി എൻ്റെ കുഞ്ഞമ്മയാണ്. അപ്പോൾ അമ്മയുടെ സ്ഥാനമല്ലേ, അതുകൊണ്ട് ഞാൻ വിരോധം കാണിക്കാൻ പാടില്ല. പിന്നെ അച്ഛൻ്റെ ഭാര്യയാണ്, നിന്റെ അമ്മയാണ്, ബന്ധങ്ങൾ പലതല്ലേ എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട് അതൊന്നുമല്ല, ഇതിനെല്ലാം കാരണം ചിന്നു ചേച്ചിയുടെ മനസ്സിലെ നന്മയാണ്. നീ അർച്ചന ആൻറ്റി നാളെ ചേച്ചി വിളിക്കാൻ വരുമ്പോൾ ചേച്ചി കൂടെ പോവില്ലേ? ചേച്ചി പോവരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്നങ്ങനെ ചിന്നുയുടെ കൈ പിടിച്ചുകൊണ്ട് ആര്യ അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട് മോളുടെ പനിയൊക്കെ മാറട്ടെ, എന്നിട്ട് ഞാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് ചിന്നു ആര്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അർച്ചനയാണെങ്കിൽ കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നുവിന് വേണ്ടി വിജയ് ശങ്കർ കോടതിയിൽ കൊടുത്ത കേസിനെ കുറിച്ചാണ് അർച്ചന പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അച്ചു വരുന്നത്. അച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താണ് കേസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കേസുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് കുടുംബ കോടതിയിൽ പണ്ട് ചിന്നുവിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ, അവളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിജയ് ശങ്കർ ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്ത ഒരു കേസ്. ഇന്നത്തെ കോടതി നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴെങ്കിലും ഇത് ആവശ്യം വന്നാലോ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കാം എന്ന് അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോളെ കൈയടക്കി വെക്കാനുള്ള പ്ലാനാണോ വിജയ് ശങ്കറിൻ്റെത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അവളെ വിജയ് ശങ്കറിന് വിട്ടുകൊടുക്കുവോ, അത് മാത്രമല്ല നമ്മളെയെല്ലാം മറന്ന് വിജയ് ശങ്കറിന്റെ വീട്ടിൽ അവൾ സ്ഥിരമായി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് അല്ല ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. ശരി ചേച്ചി, ഞാൻ എന്തായാലും പോയി ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് മധുബാലയാണെങ്കിൽ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ടീച്ചറെ കയ്യിലെടുക്കാൻ കഴിഞ്ഞു, മകന് നല്ലത് വരണമെന്ന് മാത്രമേ ടീച്ചർക്കുള്ളൂ. പക്ഷേ ജെക്കെ മെരുക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷേ സാരല്ല, എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കി എടുക്കാമെന്ന് മധുബാല അങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പോഴേക്കും മധുബാലയുടെ വാതിൽ വന്ന് ജെക്കെ മുട്ടുന്നുണ്ട്. മധുബാലയാണെങ്കിൽ ടീച്ചറാണെന്ന് കരുതി വാതിൽ പോയി തുറക്കുകയാണ്. ജെക്കെ കാണുന്നതും മധുബാലയ്ക്ക് സന്തോഷാവുകയാണ്. ഒരു ദിവസം രാത്രിയിൽ ആ മുറിയിൽ ഉറങ്ങാൻ ജെക്കെ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ വന്ന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞല്ലോ, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി. ജെക്കെ എന്തായാലും വരൂ, ഞാൻ വേഗം പോയി പാല് ചൂടാക്കി കൊണ്ടുവരാമെന്ന് മധുബാല അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ജെക്കെക്ക് ദേഷ്യം വരികയാണ്. ജെക്കെ എന്നിട്ട് മധുബാലയോട് പറയുന്നുണ്ട് മധുബാല ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് ഹാളിലേക്ക് വിളിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് സത്യം പറ, എന്താണ് നിന്റെ ഉദ്ദേശം? ഇത് നിന്റെ സ്വന്തം കൊട്ടേഷനാണോ അതോ ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ജെക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട് ദയവ് ചെയ്ത് എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്, ഇങ്ങനെ സംശയത്തിന്റെ കണ്ണുകളോടെ എന്നെ കാണരുത്. എന്റെ സത്യസന്ധത തെളിയിക്കാൻ എനിക്ക് ഇത്തിരി സമയം വേണം. തിരിച്ചു പോവാനുള്ള ഇനിയുള്ള കാലം നിങ്ങളോടൊപ്പം ജീവിക്കാനാണ് ഞാൻ വന്നത്. ഇതുപോലെ 2 മുറികളിലല്ല ഒരു മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി എന്ന് മധുബാല പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട് ഇല്ല, ഇനി അത് നടക്കില്ല, ഈ ജന്മത്ത് അത് നടക്കില്ല, ഇതിനുവേണ്ടി വെറുതെ സമയം പാഴാക്കണ്ട എന്ന് ജെക്കെ പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട് നിയമപരമായി ഞാനിപ്പോഴും നിങ്ങളുടെ ഭാര്യയാണ്, ഇടയ്ക്ക് നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ജെക്കെക്ക് എൻ്റെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. വരൂ നമുക്ക് റൂമിലേക്ക് പോവാമെന്ന് മധുബാല അങ്ങനെ പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട് ഷട്ടപ്പ്, മതി, നിർത്ത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയെന്ന് ജെക്കെ അങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മധുബാല അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. രാത്രിയിൽ അച്ചു ആണെങ്കിൽ ഫുഡ് കഴിക്കാനായി അടുക്കളയിലേക്ക് പോവുകയാണ്. പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുന്നതും ഒന്നിലും ഭക്ഷണം കാണുന്നില്ല. ഇന്നെന്തവിടെ ഒന്നും വെച്ചിട്ടില്ലേ എന്ന് അച്ചു അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അച്ചു ചോദിക്കുന്നുണ്ട് ഇതെന്താ ചേച്ചി, ഇവിടെ എന്താ ഒന്നുമില്ലേ? ഓംലേറ്റ് ഉണ്ടാക്കാൻ മുട്ടയുമില്ല, ഇവിടെ ഇന്ന് ആരും ഒന്നും ഉണ്ടാക്കി കഴിച്ചില്ലേ എന്ന് അച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി എമ്മയ്ക്കിന്ന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചപ്പോൾ റൂമിൽ കയറി വാതിലടച്ചു. എന്റെ ഭാര്യ പുറത്തുനിന്ന് എന്തൊക്കെയോ വരുത്തി കഴിച്ചു,
അതുപോലെ അതിൽ നിന്ന് മഞ്ജുവും പങ്കുപറ്റി. നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്കു വേണ്ടി ചപ്പാത്തി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, ഇപ്പൊ എടുത്തു തരാമെന്ന് പറഞ്ഞ് ആ പാത്രം തുറന്നു നോക്കുന്നതും അതിലൊന്നും കാണുന്നില്ല. ഇതെവിടെ പോയി, ഇതെന്ത് പണിയാണ്? ഒരുപക്ഷെ നീ കഴിക്കാതെയാണ് വരുന്നതെങ്കിൽ അത്താഴ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. മഞ്ജു എന്തായാലും കഴിക്കില്ല. രുക്കു ചിക്കൻ്റെ 2-3 പാക്കറ്റാണ് വാങ്ങിച്ചത്. അത് മൂക്കുമുട്ടെ മഞ്ജു കഴിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആ ചപ്പാത്തി ആരായിരിക്കും എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് നോക്കുന്ന സമയത്ത് വേസ്റ്റ് പാത്രത്തിൽ ആ ചപ്പാത്തി കിടക്കുകയാണ്. ഇത് കണ്ടോ, വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് ചപ്പാത്തി ഇട്ടിരിക്കുന്നത്. എന്ത് കഷ്ടമാണിതെല്ലാം. കഴിക്കാനുള്ള ആഹാരം എടുത്ത് കളയാന്ന് വിചാരിച്ചാൽ ദൈവം പൊറുക്കുന്ന കാര്യമാണോ ഇത് എന്നെല്ലാം പറഞ്ഞ് അർച്ചന അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അച്ചു ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനോ, ഒരു ബ്ലാക്ക് ടീ ഇട്ട് കുടിക്കാൻ ചേച്ചി എന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അച്ചു നീ ഇരിക്കെ, ഞാൻ നിനക്ക് ദോശ ഉണ്ടാക്കി തരാം, മാവ് ഇരിപ്പുണ്ട് എന്ന് പറയാണ്. അച്ചു ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ ചേച്ചി, എന്നാ പിന്നെ ചേച്ചി ഇരിക്കെ, ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ അച്ചു ദോശ ഉണ്ടാക്കുന്നുണ്ട്, അർച്ചന ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അങ്ങനെ അർച്ചനയും അച്ചുവും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഡാ നീ ഇനി ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞ് രുക്കുമായിട്ട് വഴക്കിടാനൊന്നും പോവണ്ട എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ടേ, ഇല്ല ചേച്ചി, ഞാനൊന്നും പറയാൻ പോകുന്നില്ല, അവൾ ഉറക്കം നടിച്ച് കിടക്കുകയാണ് എന്നങ്ങനെ അച്ചു പറയുന്നതും ഫുഡ് തലയിൽ കയറി അച്ചു ചുമക്കിയാണ്. വേഗം തന്നെ അർച്ചന വെള്ളമെടുത്ത് അച്ചുവിന് കൊടുക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്തതെന്തോ ആലോചിച്ചു, അതാണ് ചുമച്ചത്. എന്താണ് നീ ആലോചിച്ചതെന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, വേണ്ടാത്തതൊന്നുമല്ല ചേച്ചി, ഞാൻ അങ്ങനെ വിചാരിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ദോശയുടെ ഒരു കഷ്ണം ചേച്ചി മുറിച്ച് എനിക്ക് വായിൽ വെച്ച് തരാതിരുന്നതെന്ന് എന്നങ്ങനെ അച്ചു പറയുമ്പോൾ അർച്ചന അങ്ങനെ ദോശയെടുത്ത് അച്ചുവിന് വാരിക്കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചന്ദ്ര ആര്യയ്ക്കുള്ള കോഫിയുമായി റൂമിലേക്ക് വരികയാണ്. ഇതിന്റെ കൂടെ ചിന്നുവും നല്ല ഉറക്കത്തിലാണ്. ചിന്നുവിനെ കണ്ട് ചന്ദ്രയ്ക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ആര്യയെ പോയി തട്ടി ഉണർത്തിക്കൊണ്ട് ചായ കുടിക്കുകയെന്ന് പറയുകയാണ്. അനിയൊക്കെ ഇപ്പൊ കുറവുണ്ടല്ലോ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, രാത്രിയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു, ചിന്നു ചേച്ചിയാണ് രാത്രി എൻ്റെ കൂടെ ഇരുന്ന് ബാമൊക്കെ തേച്ച് തന്നത്, പാവം എപ്പോഴാണാവോ കിടന്നുറങ്ങിയത് എന്നൊക്കെ ആര്യ അങ്ങനെ പറയാണ്. ചന്ദ്ര ഇത് കുടിക്കുകയെന്ന് പറഞ്ഞ് ചായ ആര്യക്ക് കൊടുക്കുകയാണ്. ആര്യ അത് വാങ്ങിച്ചുകൊണ്ട് ഒരു കപ്പ് ചായ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ചിന്നു ചേച്ചിക്കോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവള് ഉറക്കം ഉണരുമ്പോൾ എടുത്തു കുടിച്ചോളും എന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ചേച്ചിക്കാണ് ആദ്യം കൊടുക്കേണ്ടത്, എനിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞതല്ലേ പാവം ചേച്ചി എന്നങ്ങനെ ആര്യ പറഞ്ഞ് ചിന്നുവിനെ വിളിക്കാനായി പോവുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, നീ ഇത് കുടിക്കേ, നിന്നോടല്ലേ ഞാൻ കുടിക്കാൻ പറഞ്ഞത് എന്ന് ചന്ദ്ര അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.